നമസ്കാരം. തിരുപ്പൂരിൽ നഴ്സിനെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് പിടിയിൽ. 25-കാരിയായ മധുര സ്വദേശി ചിത്രയാണ് കൊല്ലപ്പെട്ടത്. കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് രാജേഷ് ഖന്ന അതിക്രൂരമായി ചിത്രയെ കൊലപ്പെടുത്തുകയായിരുന്നു. മധുരയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് തിരുപ്പൂർ കളക്ടറേറ്റിന് സമീപത്തെ തകർന്ന കെട്ടിടത്തിൽ ചിത്രയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കല്ലുകൊണ്ട് തലയ്ക്ക് ഇടിച്ചായിരുന്നു കൊലപാതകം. കൈകൾ അറ്റുപോകുന്ന വിധത്തിൽ ക്രൂരമായി ഇടിച്ചിരുന്നു. CCTV പരിശോധിച്ചപ്പോൾ ചിത്ര ഭർത്താവ് രാജേഷ് ഖന്നയും ഒത്ത് നടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങൾ കിട്ടി. പിന്നാലെ ഫോൺ ടവർ ലൊക്കേഷനിൽ നിന്നും രാജേഷ് മധുരയിലുണ്ടെന്ന് പോലീസിന് സൂചന ലഭിച്ചു. രാത്രിയോടെ രാജേഷിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് വിശദമായി ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിച്ചു. തന്നോട് പിണങ്ങി മധുരയിൽ നിന്ന് പോയ ചിത്രയെ തിരികെ വിളിക്കാനാണ് തിരുപ്പൂരിലെത്തിയത്. പക്ഷേ ഒപ്പം വരില്ലെന്ന് പറഞ്ഞ് റോഡിൽ വെച്ച് ചിത്ര വഴക്കിട്ടതോടെ നിയന്ത്രണം വിട്ടെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. കൊലയ്ക്ക് ശേഷം ചിത്രയുടെ അമ്മയെ കണ്ട് രാജേഷ് തങ്ങൾ ഒരുമിച്ച് ബന്ധുവിന്റെ വീട്ടിൽ പോകുന്നതായി അറിയിച്ചാണ് മധുരയിലേക്ക് കടന്നു കളഞ്ഞത്. പ്രതി ലഹരിക്ക് അടിമയാണെന്ന് പോലീസ് പറയുന്നു. പലയിടത്തെ സ്വകാര്യ ഡെന്റൽ ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്നു ചിത്ര. കഴിഞ്ഞ മാസമാണ് ജോലിയിൽ പ്രവേശിച്ചത്. മൃതശരീരത്തിന്റെ തലയും കൈയും കല്ലുകൊണ്ട് അടിച്ച് ചതച്ച നിലയിലായിരുന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ നാട്ടുകാരാണ് മൃതദേഹം ആദ്യം കണ്ടത്. ആശുപത്രിയിലെ നേഴ്സിന്റെ യൂണിഫോം ധരിച്ചായിരുന്നു മൃതദേഹം. തുടർന്നാണ് പള്ളടം സാലയിലുള്ള സ്വകാര്യ ദന്തൽ ആശുപത്രിയിലെ നേഴ്സാണെന്ന് മനസ്സിലായത്. അവിടെ നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചത് മധുര സ്വദേശിയായ ചിത്രയാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇവർക്ക് 1.5 വയസ്സുള്ള കുഞ്ഞുണ്ട്.